ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പ്ലം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്ലം കേക്കിൻ്റെ പ്രത്യേകത ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ പ്ലം കേക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ഒരുപാട് സമയമൊന്നും സോക്ക് ചെയ്ത് വെക്കുന്നൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പ്ലം കേക്ക് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനിവിടെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് 3 കളറിലുള്ള ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കുരുയില്ലാത്ത കറുത്ത മുന്തിരിയും ഉണക്കമുന്തിരിയും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ കിസ്മിസുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/4 ടീസ്പൂണ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3 കൂടെ പൊടിച്ചെടുത്തത് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് 1/4 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഒരു 1/2 ടീസ്പൂണ് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് വറ്റി വരണം. അപ്പോൾ 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് നമുക്കൊരു 1/4 കപ്പൊക്കെ ആവുന്നത് വരെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ഇത് വറ്റിച്ചെടുക്കുന്നത്. ഇപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഇത് എത്രത്തോളം ആയിട്ടുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതാ ഇത്രയും ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതി. ഇപ്പോൾ 1/4 കപ്പിനേക്കാളും കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സിനനുസരിച്ച് ഇതിൽ വെള്ളം വേണേനും. അപ്പോൾ നമ്മൾ എത്രത്തോളമാണ് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കുന്നത് അതിനനുസരിച്ച് വറ്റിച്ചെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ചൂടോട് കൂടി തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് വറ്റി കിട്ടും. കുറഞ്ഞ വെള്ളത്തിലേക്കല്ലേ നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരും ചെയ്യും ഡ്രൈ ഫ്രൂട്ട്സൊക്കെ. അപ്പോൾ നമ്മൾ സോക്ക് ചെയ്യുന്ന ആ ഒരു വിധത്തിൽ തന്നെ കിട്ടും കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ആ മസാലയും പഞ്ചസാരയും ഒക്കെ നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചിട്ടും ഉണ്ടാവും. ഇതുപോലെ ചെറുതായിട്ട് നനവിലായിരിക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. പിന്നെ തണുത്ത് കഴിഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഡ്രൈ ആയിട്ട് ഫ്ലെയിം ഓഫ് ആക്കണ്ട. ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി. പിന്നെ ഇതിലേക്ക് അല്പം ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഓറഞ്ചിൻ്റെ തൊലി ഗ്രേറ്റ് ചെയ്തെടുത്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതിൻ്റെ വൈറ്റ് പാർട്ട് പെടാതെ വേണം എടുക്കാൻ. വൈറ്റ് പാർട്ട് പെട്ടാൽ കയ്പ്പ് വരും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് കാരമൽ സിറപ്പ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പഞ്ചസാര പെട്ടെന്ന് കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് സാവധാനം കുറച്ച് സമയം എടുത്തിട്ട് മെൽറ്റാക്കി എടുത്താൽ മതി. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരുമ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ചെറുതായിട്ട് ഒരു കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് കയ്പ്പ് രസം വരും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പഞ്ചസാര ഇവിടെ നല്ലൊരു ബ്രൗൺ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്ന് ചെറുതായിട്ടൊരു പതഞ്ഞ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിതിലേക്ക് 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിൽ കൂടുതലാവണ്ട കേട്ടോ. ഈ പതഞ്ഞ് തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ചൂടുള്ള വെള്ളം നമ്മൾ അടുത്ത് തന്നെ വെക്കുക. 1/2 കപ്പ് അളന്നിട്ട് അടുത്ത് തന്നെ വെക്കുക. എന്നിട്ട് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ച് ഒന്നങ്ങ് തിക്കാക്കി എടുക്കണം കേട്ടോ. ഒരു 1-2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കുറച്ചൊന്ന് വറ്റിയിട്ട് ഒരു 1/3 കപ്പൊക്കെ ആയിട്ടുണ്ട്. അതായത് 1/4 കപ്പിൻ്റെ പകുതി. ഇത്രയും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരണം. എന്നിട്ട് വേണം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ. അപ്പോൾ ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ഇഷ്ടത്തിന് ചേർത്തതാണ് കേട്ടോ, ഇത് ഓപ്ഷനിലാണ്. അപ്പോൾ പാൽപ്പൊടിയും കൂടെ ചേർക്കുമ്പോൾ ഏത് കേക്കിലായാലും കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും. പിന്നെ 1/4 ടീസ്പൂണ് ജാതിക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണ് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇത് 3ഉം കൂടെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ കേക്കിലേക്ക് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിൽ 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് വെച്ച ബട്ടർ ആണെങ്കിൽ എടുത്ത് സോഫ്റ്റ് ആയതിനു ശേഷം എടുക്കുക കേട്ടോ. ഇതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി പഞ്ചസാര പൊടിയും ബട്ടറും കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീമി ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ നല്ലൊരു തടിത്തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് കുറച്ച് നേരം വെച്ചിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കുറച്ച് നേരം വെച്ചിട്ട് തന്നെ ബട്ടറും പഞ്ചസാര പൊടിയും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രീമി ആയി വന്നിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അടുത്ത മുട്ട ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി രണ്ടാമത്തെ മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് പ്ലം കേക്കിൻ്റെ എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എസൻസ് ഒക്കെ ഇതിലൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നല്ല ചൂടാറിയിട്ടുള്ള നല്ല തിക്കായിട്ടുള്ള കാരമൽ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കാരമൽ സിറപ്പിൻ്റെ അളവ് ഇപ്പോൾ 1/3 കപ്പാണ് കേട്ടോ. 1/3 കപ്പും പിന്നെ 1 ടീസ്പൂണും കൂടെ ഉണ്ട്. ഇനി ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ പൊടികൾ ഒന്നിച്ചിട്ട് കൊടുക്കേണ്ട, ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഇതാ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഡ്രൈ ഫ്രൂട്ട്സിൽ നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ ഭാഗത്തുനിന്നും ആവുന്ന വിധത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ അടിയിൽ പോയിട്ട് നിൽക്കും. ഇനി ഓരോ പ്രാവശ്യം പൊടി ഇട്ട് കൊടുക്കുമ്പോൾ കുറേശ്ശെ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ ലോ സ്പീഡിലിട്ടിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് മിക്സായി വന്നതിന് ശേഷം പിന്നെ അടുത്ത ബാച്ച് പൊടിയും ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിവിടെ ലാസ്റ്റ് ബാച്ച് പൊടിയും അതുപോലെ ബാക്കിയുള്ള മുഴുവൻ ഡ്രൈ ഫ്രൂട്ട്സും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് പ്ലം കേക്കിന് വേണ്ടത്. അപ്പോൾ അതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയും തിക്കായിട്ടാണ് ബാറ്റർ ഇരിക്കുന്നത്. ഇനി നമുക്കിത് റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ ബാറ്റർ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സ്പാറ്റിൽ വെച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക കേട്ടോ. ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. കാരണം കുറച്ച് ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നമ്മൾ സ്പാറ്റിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തും ലെവലായിട്ട് നിൽക്കും. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ ഉണക്കമുന്തിരിയും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബേക്ക് ചെയ്തെടുക്കുന്നത് കൺവെൻഷൻ ഓവനിലാണ് കേട്ടോ. 180 ഡിഗ്രിയിൽ ഓവന് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആദ്യം ഒരു 170 ഡിഗ്രിയിൽ ഒരു 45 മിനിറ്റ് വെക്കാം. അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടുള്ള കേക്കായത് കാരണം, ബാറ്ററൊക്കെ കുറച്ച് തിക്കായിട്ടുള്ള കേക്കായത് കാരണം കുറച്ച് സമയം വെച്ചിട്ട് വേണം കേട്ടോ ഇത് ബേക്ക് ചെയ്തെടുക്കാൻ. പിന്നെ പ്ലം കേക്ക് ആകുമ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ സമയം വെച്ച് കൊടുക്കുമ്പോഴാണ് അതിന് ആ കറക്റ്റ് കളറൊക്കെ കിട്ടുക. അപ്പോൾ ഇതാ നമ്മുടെ പ്ലം കേക്ക് ഇവിടെ ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് 170 ഡിഗ്രിയിൽ 45 മിനിറ്റും പിന്നെ 180 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റും കൂടിയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുത്തത്.
പിന്നെ കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇവിടെ ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ പ്ലം കേക്കൊക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുത്താൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ അതിൻ്റെ കറക്റ്റ് ടേസ്റ്റൊക്കെ കിട്ടുക. അപ്പോൾ ഞാനിപ്പോൾ ഈ കേക്ക് എടുക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് എടുത്താലും മതി. അപ്പോൾ കേക്ക് ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ തലേ ദിവസം ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്